മണ്ണുകെട്ടിന്റെ അമ്മേനെ ഞാൻ ആശുപത്രി കൊണ്ടുപോകും. എടാ അതെ ഇത് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറയാണ്ടായിരുന്നു. ഞാൻ പോയാലേ ശരിയാവും. നീ പോയി കാശ് മേടിക്ക്. എന്റെ മനുമായിട്ട് ഇപ്പിക്ക് എന്റെ തുള്ളു ഞാൻ തുള്ളു അല്ല കള്ളു പിടിച്ചിട്ട് നീ ഉണ്ടായി അങ്ങനെ. പക്ഷെ പൈസ ഞാൻ മേടിക്കൂല. എന്താടാ മായ നീ ഇങ്ങനെ സംസാരിക്കല്ലേ? അപ്പളേ അമ്മേനെ നീ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോവാം. ഓ ഉണ്ണി, എനിക്കൊരു കാര്യം പറയാനുണ്ടായി. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാചകത്തിലൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പോക്കും. 15-ാം തീയതി പരിപാടി നമുക്ക് പൊളിക്കണം. അതല്ലടാ അടിപൊളിയാക്കണം. നിന്റെ ഒലത്തുണ്ടല്ലോ ബീഫ് അടത്തില്ലേടാ, ഭയങ്കര അഭിപ്രായമാണ് കേട്ടാ. സത്യം പറഞ്ഞ എനിക്ക് പുറക്കാതെ പോയ എന്റെ അനിയനാണ്. ഒരു സഹായം ചെയ്യണം. അയ്യോ ഒന്നുമില്ലല്ലോ പിതാവേ, പാപിയാ ഞങ്ങൾ കല്ലെറിഞ്ഞു. അല്ല അതെ ചേട്ടാ, എന്താ വെച്ച് കഴിഞ്ഞാ ചെറുത് ഞങ്ങളെടുത്ത് അടിച്ച് പൈസ എല്ലാം തീർന്നു. നാളെ ഇതുവഴി വരുമെങ്കിൽ എന്തെങ്കിലും തരാം. ഈ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം തന്നെയല്ലേ? ഓ വട്ടപ്പാറ എന്ന് പറയുമ്പോ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലും വട്ടപ്പാറയാണ്. ഇതും വട്ടപ്പാറയാണ്, ഇതും വട്ടപ്പാറയാണ്, അതും വട്ടപ്പാറയാണ്. ഇങ്ങോട്ട് നിന്ന ഇതും വട്ടപ്പാറയാണ്. ഒരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. വട്ടപ്പാറയില് എവിടെ? വട്ടപ്പാറയില് എവിടെയാണ് കൃത്യം സ്ഥലം എന്ന് എനിക്കറിയില്ല. ആരെ? സുഗതൻ എന്നാണ് ആളുടെ പേര്. സുഗതൻ? അതെ. ഈ സുഗതൻ ഓപ്ഷൻ എ മാവുമൂട് സുഗതൻ, ഓപ്ഷൻ ബി പ്ലാവുമൂട് സുഗതൻ, ഓപ്ഷൻ ഡി തേക്കുമൂട് സുഗതൻ, ഓപ്ഷൻ ഇ അയലമൂട് സുഗതൻ. ഇതിൽ ഏത് സുഗതനാണെന്ന് പറഞ്ഞാൽ പറയാം. അതിപ്പോ ഈ സ്ഥലം എവിടെയാന്നുള്ളത് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. അതാണ്. ആളെന്ത് ചെയ്യുന്നു? ആള് പിന്നെ ഡ്രൈവറാണ്. ഓ ഈ 4 സുഗതന്മാരും ഡ്രൈവറാണ്, അതെനിക്കറിയാം. ഇയാള് പിന്നെ ഈ മറ്റേ ലോറി ഡ്രൈവറാ. അപ്പം മന്മേട്ട ഓപ്ഷൻ ബി മാവോട്ടി സുഗതൻ. അങ്ങനെ മാവുമൂട് സുഗതനാണെങ്കിൽ ഇവിടുന്ന് നേരെ പോവാ. നേരെ പോയി ഒരു 500 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് തിരിയാ. ലെഫ്റ്റ് തിരിഞ്ഞാല് അവിടുന്ന് നെല്ലെ ഒരു 50 മീറ്റർ മുമ്പോട്ടാവുമ്പോ മണ്ടത്തരം പറയുന്ന മന്മേട്ട. എന്തിനാ ഇതിലെല്ലാം പോകേണ്ട ആവശ്യം? പിന്നെ മനുഷ്യൻ വെറുതെ പോകേണ്ട ആവശ്യമുണ്ടാ? പിന്നെ എങ്ങനെ പോവും? ഇന്നും പോകണ്ട. ഈലേ പോയിട്ട് നമ്മൾ ഭാസ്കരേട്ടന്റെ വീടിന്റെ കയ്യാല കേറി തുള്ളിയിട്ട് അതിന്റെ തൊട്ടപ്പുറം പോയി കഴിഞ്ഞാല് ഇങ്ങോട്ട് വെക്ക് ഒരു കുളമുണ്ട്. ആ കുളത്തില് എല്ലാം കുളമാക്കുക. അതെ കുളത്തിന്റെ അവിടെ ഇപ്പൊ മതില് വരുന്നുണ്ടല്ലോ മന്മേട്ട പറയുന്നത്. കുളത്തുനിന്ന് കേറി തുള്ളി ഇപ്പുറത്തെ സൈഡില് പോയിട്ട് ഒരു മതില്. എന്റെ ഉണ്ണി ആ മതില് അതിന് കുളത്തിന് മുമ്പായിട്ട് മതില് കെട്ടി അവിടെ പിന്നെ എങ്ങനെ മതില് കടന്നു പോവും? ഗേറ്റ് ഉണ്ടല്ലോ. ഗേറ്റ് ഉണ്ടെങ്കിൽ ഗേറ്റിന് പൂട്ടുണ്ടാ. ആര് പൂട്ട് മേടിച്ചു? പൂട്ടിട്ടു. പൂട്ടിട്ടു ഞാൻ ഇന്നലെ കണ്ടല്ലേ. എന്റെ കളവ് പറഞ്ഞു. നീ നിന്റെ ഉടായിപ്പിനെ മതിലാടി പോവും. സംസാരിക്കട്ടെ. ഞാനങ്ങ് പോയേക്കാം. ഇല്ല പറഞ്ഞുതരാം വഴി. കള്ളു കുടിച്ച് അനാവശ്യം പറയാൻ പാടില്ല. കള്ള് വയറ്റില് അത് നീ ഉണ്ണി, ഞാൻ ആദ്യമായിട്ടല്ല കള്ളു കുടിക്കണം. നീ എന്നെ ആ രീതിയിൽ നീ സംസാരിക്കല ഉണ്ണി. മരുമേട്ടാ നീ കളിക്കല്ല മരുമേട്ടാ. എന്താടാ അങ്ങനെ പറഞ്ഞത്? എന്താടാ നിന്റെ അമ്മേനെ നീ കൊണ്ടോ ആസ്പത്രിയിൽ? അറിയാമോ ഇവന് ഇത്ര ഉള്ളപ്പോ ഞാൻ എടുത്തോണ്ട് എന്നാ നീ അങ്ങനെ ചെയ്യണപ്പാ. നീ എന്നെ നിന്നെ ഒലത്താൻ ബീഫെല്ലാം പഠിപ്പിക്കല്ല. അതെ ഇവിടെ സുഗതൻ എന്ന് പറയുന്ന ഒരാളുടെ വീട് ഏതാണെന്നറിയോ? സുഗതനോ? ഡ്രൈവറാണ്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. അവര് കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ലോറി ഡ്രൈവറാ. അപ്പൊ എനിക്ക് പരിചയമില്ല. ഞാൻ ഈ വഴിയൊക്കെ ഒരുപാട് ആളുകളോട് ചോദിച്ചു. അപ്പൊ അവരൊക്കെ തെറ്റിയിട്ട് പറഞ്ഞു തന്നു ചിലവര്. പിന്നെ ഒരുപാട് നടന്നു. സുഗതൻ അല്ലേ? ലോറി ഡ്രൈവറാ. അത്യാവശ്യം കഴിക്കണൊക്കെ കൂട്ടത്തിലാണ്. കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്യും. മക്കളില്ല?
കുട്ടികളില്ല. ഭാര്യയും മൂപ്പരും മാത്രം. അതെ അതെ അതെ. ആളൊക്കെ മനസ്സിലായി. ആ ആ വഴി ഒന്ന് പറഞ്ഞെന്നാ വലിയ ഉപകാരം. വഴി പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. കാരണം എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഒരുപാട് ഊട് വഴികളാ. അത് കണ്ടില്ല ഞങ്ങള് ആ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് ഊട് വഴികളാ. അപ്പൊ അത് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തൂല, നിങ്ങൾ കറങ്ങി പോകും. ഇപ്പൊ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊന്നും അവിടെ എത്തുകയും വേണം. എനിക്കാണെങ്കിലേ 4 മണിക്ക് സാഹിത്യ അക്കാദമി ഹാളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു പണിയാ, ഞങ്ങൾ അവിടെ ആക്കി തരാം. എനിക്കാ ബൈക്കാ പോണ്ട്. ഒന്ന് വലിയ ഉപകാരം. എന്നതാണല്ലേ. ഡേ ഞാൻ പോവാട്ടോ. പോരി പോരി. അതും കുഴപ്പമില്ല. എന്താ വീട്? അതാ വീട്. ഞാൻ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുക, അപ്പളങ്ങളെ കണ്ടതേ. ആ വേഗം വരി, ഇങ്ങോട്ട് ആഞ്ഞ് നടക്കി ഇങ്ങോട്ട്. അതവിടെ ആക്കിയിട്ട് വേണ്ട എനിക്ക് പോവാൻ. വരി. ഓ ഇനി എത്ര നടക്കണം? ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ. വരി. ഇവിടുന്ന് ഇനി 2ാമത്തെ വളം കൊണ്ട് കഴിഞ്ഞാല് നമ്മളെ പഴയ മുഖ്യമന്ത്രി നായനാരില്ലേ, നായനാര് വീട്. നായനാര് വീടിന്റെ ഇപ്പുറത്ത് കണാരേട്ടന്റെ വീട്. കണാരേട്ടന്റെ വീടിന്റെ വലതു ഭാഗത്ത് കുഞ്ഞമ്പൂന്റെ വീട്ടിൽ നിന്ന് ഒരു ഒളിവിലുള്ളപ്പോ താമസിച്ചൊക്കെ അവിടെയാ. അല്ല, നായനാരെ വീട് കണ്ണൂരല്ലേ? നായനാര് വീടോ? അപ്പൊ ഇവിടെ ആരാ വീടാ? ഇവിടെയാണ് നായനാർ വീട്. കണ്ണൂരാണ്. പഴയ മുഖ്യമന്ത്രി നായനാർ വീട് ഇവിടെയാണ്. ഞാൻ പറഞ്ഞുതരാം. നായനാർ വീട്ടിൽ അവിടെ നിന്ന് പിന്നെ നമുക്ക് ഒരു 500 മീറ്റർ ഉള്ളൂ അങ്ങോട്ട്. ശരിക്കും കഷ്ടിച്ചൊരു 500 മീറ്റർ. അപ്പോഴേക്ക് സുഗതന്റെ വീടെത്തും. നിക്കി ഈ പാലം അറിയോ നിങ്ങക്ക്? ഇല്ല ഇല്ല. ഈ പാലത്തിന്റെ അടിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കുഞ്ഞത്തേട്ടൻ ഒളിവ് സമയത്ത് പോലീസ് ഒന്നും കാണാണ്ട് ഒളിച്ചിരുന്നത്. ഇതിന്റെ അടിയിലാണ്. ഇപ്പൊ ഇവിടുന്ന് ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോവാം, ഞാൻ വേണമെന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുക. അല്ല, അപ്പൊ ഈ സുഗതന്റെ വീട്? സുഗതന്റെ വീട്ടിലേക്കുള്ള വഴിയാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടുക. നീന്തൽ അറിയില്ലേ? നീന്തൽ അറിയോ? നീന്തലൊന്നും അറിയില്ല. നീന്തൽ അറിയില്ല. നീന്തൽ കുഴപ്പമില്ല, വലിയ ആഴമൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടിയിട്ട് മുങ്ങാങ്കുഴി ഇടുക. അപ്പൊ താഴോട്ട് ഇങ്ങനെ പോകുമ്പോ അവിടെ ഇങ്ങനെ കുറച്ച് റൂമുകൾ ഇങ്ങനെ കാണും. ആ മുറികൾ തല ഇങ്ങനെ കുനിച്ചിട്ട് അങ്ങോട്ട് കയറണം, ഇല്ലെങ്കിൽ തല മുട്ടും. ഇനി ഇങ്ങനെ താത്തുമ്പോ ചിലപ്പോ കൗത്ത് കുടുങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടാവും, നോക്കണം. ഇതിലാണ്ട് പോയാ മതി. അപ്പൊ മനസ്സിലായില്ലേ? ഞാൻ പോയാലോ എന്നാല്? ചാടിക്കോളൂല്ലേ? നീ നേരം വെക്കണ്ട, വേഗം പോയി കണ്ടോളൂ. ഇനി ഇവിടുന്ന് ദൂരം വൈക്കും ഇന്ന് വരുന്നല്ലേ, പോയി കണ്ടിട്ട് പോയിക്കോളി. ചേട്ടാ, ചേട്ടാ, എന്തുപറ്റി? എന്തേലും വയ്യായികയാണോ? വെള്ളം വേണോ? എന്താ വയ്യായികണ്ട ഏട്ടാ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആരാണ്? അല്ല, ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, അതുകൊണ്ട് ചോദിച്ചാണ്. എന്റെ വീട് കുമ്പളത്താ. ഞാന് KSEB ഒരു ജീവനക്കാരനായിരുന്നു, ഈ ലൈൻമാൻ. റിട്ടയർ ചെയ്തിട്ട് 5-8 വർഷമായി. അപ്പോ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു വീട് പണിയണമെന്ന് വിചാരിച്ചിട്ടേ ഒരു വീട് പണിത് തുടങ്ങി. 2 പെൺകുട്ടികളാണ്. അപ്പോൾ മൂത്ത കുട്ടിക്ക് ഒരു റൂം, ഇളയ കുട്ടിക്ക് ഒരു റൂം. അങ്ങനെ അതൊക്കെ നന്നായിട്ട് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടിൽ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ലോറി ഡ്രൈവറുടെ കൂടെ എൻ്റെ ഇളയ കുട്ടി പോയി. പിന്നെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഇന്നലെ ഒരു ഫോൺ കോള്, ഇനി അയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ, അച്ഛൻ എത്രയും പെട്ടെന്ന് വരണം, വന്നിട്ട് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്. ചേട്ടൻ വിഷമിക്കല്ലേ? ഇവിടെയാണെന്നാണോ പറഞ്ഞേ? ഇവിടെ എവിടെയോ ആണ്. ഞാൻ രാവിലെ തുടങ്ങിയ നടത്ത
എന്നാ ഒന്ന് വിളിച്ചു നോക്കിയാലോ നമുക്ക്? വിളിക്കാൻ ഫോണില്ല. ഫോൺ ഞാൻ തരാം. അങ്ങനെയല്ല, അവന്റെ ഫോണിന്ന് കാണാതെയാണ് എന്റെ കുട്ടി വിളിച്ചത്. എന്നോട് പറഞ്ഞു, അച്ഛാ ഉച്ചയുടെ മുമ്പ് ഇവിടെ എത്തണം, എന്നിട്ട് എന്നെ കൊണ്ടുപോകണമെന്ന്. ചേട്ടാ സമാധാനിക്ക്, നമുക്ക് അയാളുടെ പേരെന്താണ്? പേര് സുഗതൻ. സുഗതൻ. ആ ഞാൻ ഒരുപാട് ആളുകളോട് വഴി ചോദിച്ചു, എല്ലാവരും തെറ്റിച്ചിട്ട് പറഞ്ഞു തരിക. ഈ പറയണ ആളൊരു ലോറി ഡ്രൈവർ ആയിട്ടാണോ? ആ, ലോറി ഡ്രൈവറാണ്. ഈ ഇടക്ക് ഇവിടെ ഒരാള് താമസിക്കാൻ വന്നിട്ടുണ്ട്. ആ ആ പെൺകുട്ടി ഒരു നല്ല ഉയരമുള്ള, ആ അവർക്ക് മക്കളില്ല. മക്കളില്ല. അങ്ങനെ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നുണ്ട്. എവിടെ? ഈ ഭാഗത്തായിട്ടാ. വഴി അറിയോ മോളെ? അറിയോ? ഒന്ന് കാണിച്ചു. ഈ വണ്ടി കയറാൻ പറ്റുമോ? ഓ, കൊഴപ്പൊന്നുമില്ലല്ലോ. എന്നാ ഞാൻ ആക്കി തരാം. വാ. ആ. എന്താ സംഭവിച്ചത്? ഇവിടുത്തെ പെൺകുട്ടിയില്ലേ, അത് തൂങ്ങി മരിച്ച്. ഏ? തൂങ്ങി മരിച്ച്. ചേട്ടാ ഓ, എപ്പോഴായിരുന്നു? ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു 10 മിനിറ്റിന് മുമ്പ് ആരും വന്നു കഴിഞ്ഞില്ലേ ഇത് സംഭവിക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ കാണാം, ആസ്വദിക്കാം.